എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ്. അപ്പോൾ കുഞ്ഞുങ്ങളെ, നമ്മുടെ 10th പ്രിലിംസ് ബാച്ചിൻ്റെ എൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് ഇത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി 20 മാർക്കിനാണ്. അതിൽ ഈ പറയുന്ന പോലെ 8 മാർക്ക് മാത്സ്, 8 ടോപ്പിക്കുകൾ മാത്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പിന്നെ 8 ടോപ്പിക്കും മെൻ്റൽ എബിലിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് പറയുന്നു. ഇനി മാത്സിൻ്റെ പോർഷൻ എന്നൊക്കെ പറയുമ്പോൾ സംഖ്യകളെന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്, ദശാംശ സംഖ്യകൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കുണ്ട്, വർഗവും വർഗമൂലവും ഉണ്ട്, ലാഭവും നഷ്ടവുമുണ്ട്, ശരാശരിയുണ്ട്, ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഉണ്ട്. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണിത്. അതായത് വലിയ പാടുള്ള സാധനങ്ങൾ, ഇപ്പോൾ ജോമെട്രിയോ അല്ലെങ്കിൽ സമാന്തര ശ്രേണിയോ അങ്ങനെ വലിയ കാര്യമായ സാധനങ്ങളൊന്നും തന്നെ ഇതിൻ്റെ അതിലില്ല. അപ്പോൾ ഇപ്പോൾ തൊട്ടിരുന്ന് പഠിച്ചാലും ഈസി ആയിട്ട് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തന്നെയാണ് മാത്സിൻ്റെ കാര്യത്തിൽ, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സിലബസിൽ 4ാമത് കിടക്കുന്ന ടോപ്പിക്കായ വർഗവും വർഗമൂലവുമാണ്. വർഗവും വർഗമൂലവും എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതുമായി റിലേറ്റ് ചെയ്തിട്ടൊരു 3ഓ 4ഓ ക്ലാസ്സുകളുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകും. ഓക്കെ ആണ്. അപ്പോൾ എനിക്ക് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത്, കുറഞ്ഞ പക്ഷം 1 മുതൽ 15 വരെയുള്ള വർഗങ്ങൾ, സ്ക്വയറുകൾ നിങ്ങളൊന്ന് കാണാതെ പഠിക്കണം. 1 മുതൽ 15 വരെ. 20 വരെ പഠിച്ചാൽ നല്ലതാണ്. ഏറ്റവും വേഗത്തിൽ നിങ്ങൾ 1 മുതൽ 15 വരെ ഇന്നോ നാളെയൊക്കെ ആയിട്ടിരുന്ന് പഠിച്ചോളുക. പിന്നെ പരീക്ഷയോട് അടുക്കുമ്പോൾ ഈ 20 വരെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. അത് മുന്നോട്ട് നിങ്ങൾക്ക് ഒരുപാടിടത്ത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. നിങ്ങൾ തന്നെ എൻ്റെ പല ക്ലാസ്സുകളിൽ സ്ക്വയർ കാണാനുള്ള എളുപ്പവഴികളൊക്കെ കണ്ടിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ സ്ക്വയർ കാണാനായിട്ട് ഇങ്ങനെ കുരിശു പോലൊരു വരയൊക്കെ വരച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ സംഖ്യകൾ എഴുതി സംഖ്യകളുടെ ഇരട്ടിയെടുത്ത് ഇങ്ങനെ സ്ക്വയർ കാണാനായിട്ടുള്ള എളുപ്പവഴികളുണ്ട് സ്വാഭാവികമായിട്ടും. പക്ഷേ ആ എളുപ്പവഴികളൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷേ നിർബന്ധമായും കുറഞ്ഞ പക്ഷം 15 വരെയുള്ള സ്ക്വയറുകൾ നിങ്ങളൊന്ന് കാണാതെ അറിയണം. കാര്യം ഈ പറയുന്ന പോലെ സീരീസ് കംപ്ലീഷൻ, അടുത്ത ശ്രേണി പൂരിപ്പിക്കുക, ഒറ്റയാനെ കണ്ടെത്തുക, ഇതിൻ്റെ അകത്തൊക്കെ ഈ സ്ക്വയറുകളും ക്യൂബുകളും ഒക്കെ കയറി വരുന്നത് പതിവാണ്. പിന്നെ ഈ വർഗവും വർഗമൂലവും എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് തന്നെ സ്ക്വയറും സ്ക്വയർ റൂട്ടിനെയും കുറിച്ചാണ്. അപ്പോൾ നിർബന്ധമായും ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ സ്വയമേ ഒന്ന് അനലൈസ് ചെയ്യണം. എനിക്ക് 1 മുതൽ 15 വരെയുള്ള സ്ക്വയറുകൾ അറിയാമോ? പറ്റുമെങ്കിൽ 20 വരെ പഠിച്ചോ. ഓക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് 1 മുതൽ 15 വരെയുള്ള സ്ക്വയറുകൾ ഒന്ന് പറയുകയാണ്. നിങ്ങൾ ചുമ്മാ ഒന്ന് കമൻറ്റ് ചെയ്ത്, നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്തു. 1ൻ്റെ സ്ക്വയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 1. 1 ഗുണം 1 ആണല്ലോ 1. 2ൻ്റെ സ്ക്വയർ 4. 3ൻ്റെ സ്ക്വയർ 9. 4ൻ്റെ സ്ക്വയർ 16. 5ൻ്റെ സ്ക്വയർ 25. 6ൻ്റെ സ്ക്വയർ 36. 7ൻ്റെ സ്ക്വയർ 49. 8ൻ്റെ സ്ക്വയർ 64. 9ൻ്റെ സ്ക്വയർ 81. 10ൻ്റെ സ്ക്വയർ 100. 11ൻ്റെ സ്ക്വയർ 121. 12ൻ്റെ സ്ക്വയർ 144. 13ൻ്റെ സ്ക്വയർ 169. 14ൻ്റെ സ്ക്വയർ 196. ഇനി 15ൻ്റെ സ്ക്വയർ 225. ഓക്കെ ആണോ? മുമ്പോട്ട് പോവാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഡൗട്ടുണ്ടോ? ഒന്നുകൂടെ പറയുന്നു. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3ൻ്റെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25, 6ൻ്റെ സ്ക്വയർ 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81, 10 100, 11 121, 12 144, 13 169, 14 196, 15 225. 20 വരെ പഠിക്കണം. നമുക്കത് പോകെ പഠിക്കാം. ഇന്ന് നമ്മൾ ഇത്രയും നന്നായിട്ട് നോക്കുക. ഇനി നമ്മൾ ഈ വർഗവും വർഗമൂലത്തിൻ്റെ അകത്തിൽ ആദ്യം പഠിക്കേണ്ട സാധനം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വേണ്ട ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്വയർ റൂട്ടുകളുടെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിനകത്ത്.
അതായത് ഒരു റൂട്ടിന് മേളി വേറെ റൂട്ട്, മേളി വേറെ റൂട്ട്, മേളി റൂട്ട്, ഇങ്ങനെ ട്രെയിൻ പോലെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. മക്കളെ, ഇത്രയിലെ 4 മോഡൽ ചോദ്യങ്ങൾ, മൊത്തം പ്രധാനമായിട്ടും PSC ലെവലിൽ 5 മോഡൽ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കുറഞ്ഞ പക്ഷം ഒരു 10th ലെവൽ പഠിക്കുമ്പോൾ ഇത്രയിലെ ഒരു 4 മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. നമ്മൾ ആദ്യം ഇതാണ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൂട്ട് വരുന്ന ഇതാണ് ആദ്യം പഠിക്കാനായിട്ട് പോകുന്നത്. ടൈപ്പ് നമ്പർ 1 എന്ന് നിങ്ങളുടെ നോട്ടിൽ ഹെഡിങ് കൊടുക്കുക. ഇതാണ് ചോദ്യം. ഈ ചോദ്യം ഞാൻ ചെയ്യാം. നിങ്ങളെല്ലാവരും ഈ ചോദ്യം ഒന്ന് ജസ്റ്റ് അനലൈസ് ചെയ്തേ. കണ്ടോ, പല സംഖ്യകളാണ്, അതിൻ്റെ അകത്തിൽ പ്ലസ് വരും. ഇനി മുമ്പോട്ട് പോകുമ്പോൾ അതെ പ്ലസ്സിന് പകരം മൈനസ് വരും. ഇനി കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ പ്ലസ്സും മൈനസും ഒക്കെ മാറി കുറച്ച് വലിയ ചോദ്യമാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇൻറ്റു വരും, പ്ലസ് വരും, കണ്ടോ, മൈനസ് വരും, ചിലപ്പോൾ അതിൻ്റെ അകത്തിൽ ഇൻറ്റു വരും. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്തോ? എല്ലാവരും അനലൈസ് ചെയ്തല്ലോ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ പല സംഖ്യകളാണ്, പ്ലസ്സോ മൈനസോ ഇൻറ്റുവോ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഈ വലത്തെ അറ്റത്ത് നിന്ന് തുടങ്ങുക. ഒന്നുകൂടെ പറയുന്നു, വലത്തെ അറ്റത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. വലത്തെ അറ്റം എന്ന് പറയുമ്പോൾ വേണ്ടത് ഇവിടെ നിന്ന് തുടങ്ങാം. 81ൻ്റെ റൂട്ട്. ഇടയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 81ൻ്റെ റൂട്ട് 9 ആണ്. ഓക്കെ, ഇനി സോറി, ചോദ്യം മാറിപ്പോയി, എന്നാലും സാരമില്ല. നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. വലത്തെ അറ്റത്തു നിന്ന് 1ൻ്റെ റൂട്ട്. ഇടയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം 1ൻ്റെ റൂട്ട് 1 ആണ്. വലത്തെ അറ്റത്തു നിന്ന് തുടങ്ങി 1. ഇനി ഇവിടെ ഒരു പ്ലസ് വന്നത് കൊണ്ട് നമ്മൾ 15 ഒന്നുകൂടെ മനസ്സിൽ കൂട്ടണം. എഴുതി വെച്ച് കുളമാക്കരുത്. 15 ഒന്നുകൂടെ മനസ്സിൽ കൂട്ടുമ്പോൾ 16. 16ൻ്റെ റൂട്ട് 4. എങ്ങനുണ്ട്? വീണ്ടും ഇവിടെ ഒരു പ്ലസ് വന്നത് കൊണ്ട് നമ്മൾ 4ഉം 32 കൂടെ മക്കളെ മനസ്സിൽ കൂട്ടി 36. ഇടയിൽ 36ൻ്റെ റൂട്ട് 6. എങ്ങനുണ്ട്? ഇനി വീണ്ടും പ്ലസ് വന്നു. അപ്പം നമ്മൾ 30ഉം 6 കൂടെ മനസ്സിൽ കൂട്ടി 36. 36ൻ്റെ റൂട്ട് 6. ഇനി വീണ്ടും പ്ലസ് വന്നു. അപ്പം നമ്മൾ 30ഉം 6ഉം മനസ്സിൽ കൂട്ടി. ഇടയിൽ 36. 36ൻ്റെ റൂട്ട് 6. ഇനി വീണ്ടും പുറകോട്ട് പോകാനായിട്ട് ആരുമില്ല. നമ്മൾ ഇൻ ദ എൻഡിലെത്തി. ലാസ്റ്റ് നമുക്ക് കിട്ടി. നമ്മുടെ ഉത്തരം പക്ക ക്ലിയർ ആണ്. ഓപ്ഷൻ എ 6. സിമ്പിൾ പരിപാടി. ഇപ്പം നിങ്ങൾക്കൊരു നാക്ക് കിട്ടി. ആ പ്ലസിന് പകരം മൈനസ് ആണ്, നമ്മൾ മൈനസ് ചെയ്യും. പ്ലസിന് പകരം ഇൻറ്റു ആണെങ്കിൽ നമ്മൾ ഇൻറ്റു ചെയ്യും. ഇത്രേ ഉള്ളൂ, സിമ്പിൾ സാധനം. ഒന്നുകൂടെ 1ൻ്റെ റൂട്ട് 1, 15 ഒന്നുകൂടെ കൂട്ടി 16, 16ൻ്റെ റൂട്ട് 4, 4ഉം 32 കൂടെ കൂട്ടി 36, 36ൻ്റെ റൂട്ട് 6, 6ഉം 30 കൂടെ കൂട്ടി 36, 36ൻ്റെ റൂട്ട് 6, 6ഉം 30 കൂടെ കൂട്ടി 36, 36ൻ്റെ റൂട്ട് 6. എങ്ങനുണ്ട്? ഓപ്ഷൻ എ. മുമ്പോട്ട് വാ. ഇനി നമ്മൾ ഇതിനകത്തിലെ പല രീതിയിലുള്ള 3-4 ചോദ്യം വന്നത് ചെയ്യും. അപ്പം നിങ്ങൾ ഇതിൽ പൊളിയായി മാറും. ചോദ്യം നമ്പർ 2. ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും ആൻസർ ഒന്ന് പറഞ്ഞു നോക്കി. നമ്മൾ വലത്തെ അറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തു. മക്കളെ 81ൻ്റെ റൂട്ട്, 81ൻ്റെ റൂട്ട് കുഞ്ഞുങ്ങളെ 9. ഓക്കെ, ഇനി മനസ്സിൽ മൈനസ് വന്നത് കൊണ്ട് 139 കൂടെ കുറയ്ക്കണം. അപ്പൊ കുറച്ചു പേരെങ്കിലും മനസ്സിലാലോചിക്കും, ഞാൻ ചെറുതീന്ന് വലുത് കുറയ്ക്കണോ വലുതീന്ന്? അങ്ങനൊന്നുമില്ല, ജസ്റ്റ് നീ അങ്ങ് കുറച്ചാൽ മതി. നെഗറ്റീവ് ഒന്നും നിങ്ങൾ നോക്കണ്ട. 139 കൂടെ കുറയ്ക്കും. 139 കൂടെ കുറയ്ക്കുമ്പോൾ 121. 121ൻ്റെ റൂട്ട് 711. ഇനി മൈനസ് വന്നത് കൊണ്ട് വീണ്ടും മൈൻഡിൽ 92ഉം 11 കൂടെ കുറയ്ക്കുക. 92ഉം 11 കൂടെ കുറയ്ക്കുമ്പോൾ 181. സോറി, 81. 81ൻ്റെ റൂട്ട് 9. എങ്ങനുണ്ട്? വീണ്ടും മൈനസ് വന്നത് കൊണ്ട് നമ്മൾ 58ഉം 9 കൂടെ കുറച്ചു. 58ഉം 9 കൂടെ ഒന്ന് മൈൻഡിൽ കുറച്ച് നോക്ക്. 58ൽ നിന്ന് 10 പോയാൽ 48. അപ്പോൾ 9 പോയാൽ 49. 49ൻ്റെ റൂട്ട് 7. വീണ്ടും മൈനസ് വന്നത് കൊണ്ട് നമ്മൾ 71ഉം 7 കൂടെ കുറയ്ക്കുക.
71 നിന്ന് 7 പോയാൽ 64. 64ന്റെ റൂട്ട് 8. ഓപ്ഷൻ സി 8. പക്ക ക്ലിയർ ആണ്. മുമ്പോട്ട് പോവാം. ഇനി നമ്മൾ കുറച്ചുകൂടെ വേഗത്തിൽ പോവും. ചോദ്യം 3. വേഗം 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 ആൻസർ കമന്റ് ചെയ്തേ വേഗമായിട്ട്. ചോദ്യം 3 വേഗം. വലത്തെ അറ്റത്തുനിന്ന് തുടങ്ങും. ഇനി കുറച്ച് പേരുടെയെങ്കിലും മനസ്സ് ചിന്തിക്കും, നമ്മൾ ഈ എടുത്തു പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റിയില്ല, എന്തോ ചെയ്യും? റൂട്ട് എടുക്കാൻ പറ്റുന്നതേ പരീക്ഷയ്ക്ക് വരൂ, അല്ലെങ്കിൽ ഈ ചോദ്യം മുന്നോട്ട് പോകത്തില്ല, ഉറപ്പ്. അപ്പോൾ അടുത്തത് 64ന്റെ റൂട്ട് മക്കളെ 8. മൈനസ് വന്നത് കൊണ്ട് മനസ്സിൽ 108ഉം 8 കൂടെ കുറച്ചു. 108ൽ നിന്ന് 8 പോയാൽ 100. 100ന്റെ റൂട്ട് 10. സിമ്പിൾ ശ്രദ്ധിക്കണം. 90ഉം 10ഉം പ്ലസ് വന്നത് കൊണ്ട് മനസ്സിൽ കൂട്ടി 100. 100ന്റെ റൂട്ട് 10. ഇനി പ്ലസ് വന്നത് കൊണ്ട് 186ഉം 10ഉം കൂടെ മനസ്സിൽ കൂട്ടി 196. 196ന്റെ റൂട്ട് 14. ഇവിടെ പ്ലസ് വന്നത് കൊണ്ട് 86ഉം 14 കൂടെ കൂട്ടി 86ഉം 14 കൂടെ കൂട്ടിയ ഫസ്ന 100. 100ന്റെ റൂട്ട് 10. ലാസ്റ്റിലെത്തി എൻഡിലെത്തി 10. നമ്മുടെ ഉത്തരം 10. ഓപ്ഷൻ ബി. മുമ്പോട്ട് വാ. ഒരെണ്ണം കൂടെ പടപടയെന്ന് ചെയ്തു പോ. ഇന്നത്തെ നമ്മുടെ 4ാമത്തെ ചോദ്യം. വലത്തെ അറ്റത്തു നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. 81ന്റെ റൂട്ട് മക്കളെ 9. പ്ലസ് വന്നത് കൊണ്ട് 112ഉം 9 കൂടെ കൂട്ടി 121. 121ന്റെ റൂട്ട് മക്കളെ 11. പ്ലസ് വന്നത് കൊണ്ട് 89ഉം 11 കൂടെ കൂട്ടുക. 89ഉം 11 കൂടെ കൂട്ടുമ്പോൾ 100. 100ന്റെ റൂട്ട് 10. മൈനസ് വന്നത് കൊണ്ട് 59ൽ നിന്ന് 10 കുറയ്ക്കുക. 59ൽ നിന്ന് 10 കുറച്ചാൽ 49. 49ന്റെ റൂട്ട് 7. മൈനസ് വന്നത് കൊണ്ട് 151ൽ നിന്ന് 7 കുറയ്ക്കുക. 151ൽ നിന്ന് 7 കുറച്ചാൽ 144. 144ന്റെ റൂട്ട് 12. ഓപ്ഷൻ എ. ഇനി ഈ ടൈപ്പ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. 2021 ഒരു VFX ചോദിച്ച വളരെ ഡിഫറൻ്റ് ആയ ഒരു ചോദ്യം കൂടെ ചെയ്തിട്ട് നമ്മൾ ഈ പരിപാടി, ഈ ടൈപ്പ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ ആണ്? നോക്കാം. നമ്മളെല്ലാവരും ചോദ്യം നോക്കി. ചോദ്യം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി പണി പാളിയിട്ടുണ്ട്. എന്താണ് ഈ സാധനം? എന്തു പറയുന്നത്? പ്ലസും മൈനസും അല്ല, ഇൻറ്റു ആണ്. ഓക്കെ. 2021 2019 എന്ന് ഡൗട്ടുണ്ട്. വാട്ടവർ, എന്തായാലും ഈ ചോദ്യം വന്നതാണ്. അപ്പോൾ പ്ലസും മൈനസും മാറിയിട്ട് ആ സ്ഥാനത്ത് എന്തായിട്ടും മാറി? ഇൻറ്റു ആണ്. അപ്പോൾ ഇത് കണ്ട് നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ പ്ലസ് ചെയ്യുന്നിടത്ത് പ്ലസ് ചെയ്യും, മൈനസ് ചെയ്യുന്നിടത്ത് മൈനസ് ചെയ്യും, ഇൻറ്റു ചെയ്യുന്നിടത്ത് ഇൻറ്റു ചെയ്യും. ഇത്രേ ഉള്ളൂ. 16ന്റെ റൂട്ട് വലത്തെ അറ്റത്തുനിന്ന് 16ന്റെ റൂട്ട് 4. ഇനി ഇൻറ്റു വന്നതുകൊണ്ട് നമ്മൾ 25ഉം 4ഉം കൂടെ മനസ്സിൽ ഗുണിക്കണം. 25 ഗുണം 4 100. 100ന്റെ റൂട്ട് 10. ഇനി ഇൻറ്റു വന്നതുകൊണ്ട് നമ്മൾ 40ഉം 10ഉം കൂടെ മനസ്സിൽ ഗുണിക്കണം. 40ഉം 10 കൂടെ ഗുണിക്കുമ്പോൾ 400. 400ന്റെ റൂട്ട് 20. അതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ 4ന്റെ റൂട്ട് 2 പിന്നെ റൂട്ട് എടുക്കുമ്പോൾ 2 0-ന് പകരം 1 0. ആ ഒരു കൺസെപ്റ്റ് സ്ക്വയർ റൂട്ട് പഠിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട്. ഇനി നിങ്ങളുടെ മനസ്സിൽ 45ഉം 20ഉം കൂടെ വീണ്ടും ഗുണിക്കുക. 45ഉം 20 കൂടെ ഗുണിക്കുമ്പോൾ 900. ഈ 900ന്റെ റൂട്ട് എടുക്കാം. 900ന്റെ റൂട്ട് 30. നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഓപ്ഷൻ എ 30 30 30. മുമ്പോട്ട് പോവാം. അപ്പോൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നുകൂടെ പറയുന്നു. 16ന്റെ റൂട്ട് 4. 25ഉം 4 കൂടെ ഗുണിക്കുമ്പോൾ 100. 100ന്റെ റൂട്ട് 10. 4ഉം 10 കൂടെ ഗുണിക്കുമ്പോൾ 40. 40ന്റെ റൂട്ട് 20. 45ഉം 20 കൂടെ ഗുണിക്കുമ്പോൾ 900. 900ത്തിന്റെ റൂട്ട് 30.
9ന്റെ റൂട്ട് 3 900-ന് 2 പൂജ്യത്തിന് പകരം 1 പൂജ്യം. അങ്ങനെ നമുക്ക് ഓപ്ഷനെ 30 എന്ന് നിസ്സംശയം നമുക്ക് പറയാം. മക്കളെ, ഇനി ഈ മോഡലിൽ എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലേ? ഓക്കെ ആണോ? ഈ ടൈപ്പിൽ എങ്ങനെ വന്നാലും നിങ്ങൾ ചെയ്യത്തില്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും പേന എടുത്തിട്ട് നെക്സ്റ്റ് ടൈപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുക. നെക്സ്റ്റ് ടൈപ്പ് നമ്പർ 2 എന്ന് വേണമെങ്കിൽ പറയാം. ശ്രദ്ധിക്കാം. നമ്മുടെ രണ്ടാമത്തെ ടൈപ്പ്. നിങ്ങൾ ആൻസറൊക്കെ അവിടെ നിൽക്കണ്ടേ. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ ഒന്ന് നോക്കിക്കേ. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ കണ്ടോ? ഒരേ സംഖ്യ തന്നെയാണ്. √20 പ്ലസ് √20 പ്ലസ് √20 അങ്ങനെ ഇൻഫിനിറ്റി വരെ ഒരേ സംഖ്യ തന്നെയാണ്. ആലോചിച്ച് നോക്ക്. ആണോ? അപ്പോൾ ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? മുമ്പത്തെ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം എന്തോ പറ. മുമ്പത്തെ ചോദ്യത്തിൻ്റെ അകത്തിൽ പല സംഖ്യകളാണ്. പിന്നെ പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിൽ ഇൻഫിനിറ്റി വരുന്നുണ്ട്. മക്കളെ, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തമായി പോകുന്നു, അതായത് അവസാനിക്കുന്നില്ല. ഇനി അതല്ല, ഇനി ലാസ്റ്റിൽ ഇൻഫിനിറ്റിക്ക് പകരം ചിലപ്പോൾ ഇങ്ങനൊരു സിമ്പൽ കാണും. അതായത് √20 ഇങ്ങനെ പോവാണ്, എൻഡില്ല ഇതിന്, ഇങ്ങനെ പോവാണ്. ഇത് ശരിക്കും ചെയ്യുന്നത് ഞാൻ ചെയ്ത് കാണിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഇതിൻ്റെ വാല്യൂ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചെയ്ത x = √20 പ്ലസ് ബാക്കിയുള്ളതിനെ നമ്മൾ എക്സ് എന്ന് വിളിച്ച് അപ് ടു ഇൻഫിനിറ്റി. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ സാധനം x²ഉം അപ്പുറത്തെ സൈഡിൽ റൂട്ട് പോയിട്ട് 20 + x എന്നും ആവും. അപ്പോൾ ഈ x² മൈനസ് എക്സ്, ഈ 20 അപ്പുറത്ത് പോകുമ്പോൾ 20 ആവും. -20 = 0. ഇതൊരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണ്. സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് -b ± √b² - 4ac/2a പണ്ട് നമ്മൾ പഠിച്ച 9ലും 10ലും ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ അതിലോട്ടൊന്നും പോവാതെ ഇത് ചെയ്യാനായിട്ടൊരു സിമ്പിൾ ടെക്നിക്ക് പറയാം. നമ്മൾ ഇതിനെ പ്ലസ് ഇൻഫിനിറ്റിയുടെ ചോദ്യം എന്നാണ് പറയുക. എന്താ പ്ലസ് ഇൻഫിനിറ്റി? ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മൾ ഇതിൻ്റെ അകത്തിലുള്ള സംഖ്യയെ അടുപ്പിച്ചു വരുന്ന രണ്ട് സംഖ്യയുടെ ഗുണിതമായി എടുക്കുക. നിങ്ങൾ പറ, ഇതിനകത്തിൽ എന്തായാലും ഇൻഫിനിറ്റിയുടെ ചോദ്യമാണ്, ഒറ്റ സംഖ്യയുള്ളൂ 20. 20നെ അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യയുടെ ഗുണിതമായിട്ട് എടുക്കുക. അപ്പോൾ നിങ്ങൾ ആലോചിക്കും, എടാ 1 × 20 20 2 × 10 20 4 × 5 20. പക്ഷേ നമ്മൾ 4 × 5 എടുക്കൂ. എന്തുകൊണ്ടാണ് 4 × 5 എടുത്തേ? അടുത്തടുത്ത് വരുന്നത് 4 × 5. മനസ്സിലായോ? അടുത്തടുത്ത് വരുന്നത് 4 × 5. മനസ്സിലായോ? ഓക്കെ. ഇനി പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ, ഇതിനകത്തിലെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ വലിയ സംഖ്യ ആയിരിക്കും നമ്മുടെ ഉത്തരം. വലിയ സംഖ്യ 5 അല്ലേ? സിമ്പിളായിട്ട് കിട്ടിയില്ലേ? ഓപ്ഷൻ സി അല്ലേ? ഒന്നുകൂടെ, പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യയുടെ ഗുണിതമായി എഴുതുക. 4ഉം 5ഉം പ്ലസ് ഇൻഫിനിറ്റി ആണ്. വലിയ സംഖ്യ 5 ആണ്. സെറ്റാണ്. മുമ്പോട്ട് പോവാം. ഒരു 2 എണ്ണോടെ ചെയ്യുമ്പോൾ നിങ്ങളിതിൽ പക്ക ക്ലിയർ ആവും. വേഗമായിട്ട് ചോദ്യം നമ്പർ 2 ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും ആൻസർ കമന്റ് ചെയ്തേ. 12 + 12 + 12 + അപ് ടു ഇൻഫിനിറ്റി വരെ പോവുകയാണ്. അതായത് ഇത് തീരുന്നില്ല. നമ്മൾ പരീക്ഷ ഹാളിലാണ് ക്വസ്റ്റ്യൻ കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലായി, എടാ ഇത് പ്ലസ് ഇൻഫിനിറ്റിയുടെ ചോദ്യമാണ്. 12നെ അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യയുടെ ഗുണിതമായി എഴുതുക. 12നെ നമുക്ക് എങ്ങനെ എഴുതാം? 3 × 4 എഴുതാം. അപ്പോൾ കുറച്ച് പേര് ചിന്തിക്കും, എടാ 2 × 6 എഴുതാം, 1 × 12 എഴുതാം. അതൊക്കെ കൈവച്ചാൽ മതി. നമ്മൾ എഴുതുന്നത് എപ്പോഴും അടുത്തടുത്ത 2 എണ്ണം. അങ്ങനെ വന്നത് 12 അങ്ങനെ വന്നത് 3 × 4 പ്ലസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് വലിയ സംഖ്യ നമ്മുടെ ഉത്തരം 4 സുഹൃത്തുക്കളെ. മുമ്പോട്ട് പോവാം. ചോദ്യം അടുത്തത് വേഗം. √6 + √6 +
റൂട്ട് ഓഫ് 6 പ്ലസ് അപ് ടു ഇൻഫിനിറ്റി വരെ. മക്കളെ, 6നെ നമ്മൾ അടുത്തടുത്തുള്ള രണ്ട് സംഖ്യയുടെ ഗുണിതമായി എടുക്കുക. 6നെ നമുക്ക് 1 ഗുണം 6 എടുക്കാം, 2 ഗുണം 3 എടുക്കാം. അടുത്തടുത്ത് വന്നത് 2 ഗുണം 3 ആണ്. പ്ലസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് കുഞ്ഞുങ്ങളെ വലിയ സംഖ്യ പ്ലസ് ഇൻഫിനിറ്റി ആണ്. വലിയ സംഖ്യ 3. നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി 3. മുമ്പോട്ട് വാ. അങ്ങനെയാണ്. ഞാൻ ഒരു ചോദ്യം കൂടെ കയ്യിൽ തരട്ടെ, നിങ്ങളൊന്ന് ട്രൈ ചെയ്യാവോ? റൂട്ട് ഓഫ് 42 പ്ലസ് റൂട്ട് ഓഫ് 42 പ്ലസ് റൂട്ട് ഓഫ് 42 പ്ലസ് അപ് ടു ഇൻഫിനിറ്റി. വേഗം ആൻസർ കമൻറ്റ് ചെയ്തേ. റൂട്ട് ഓഫ് 42 പ്ലസ് റൂട്ട് ഓഫ് 42 പ്ലസ് റൂട്ട് ഓഫ് 42 അപ് ടു ഇൻഫിനിറ്റി. ഈ ചോദ്യം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പ്ലസ് ആണ്, ഇൻഫിനിറ്റി ആണ്. പ്ലസ് ഇൻഫിനിറ്റിയുടെ ചോദ്യമാണ്. പ്ലസ് ഇൻഫിനിറ്റിയുടെ ചോദ്യമാണ്. ഇതിൻ്റെ അകത്തിൽ കിടക്കുന്ന സംഖ്യയെ അടുത്തടുത്തുള്ള രണ്ട് ഗുണിതമായി നമുക്ക് എഴുതണം. മക്കളെ, 42നെ നമുക്ക് എങ്ങനെ എഴുതാം? 42നെ നമുക്ക് പല രീതിയിൽ എഴുതാം. 6 ഗുണം 7 42 ആണ്. അതുപോലെ തന്നെ 3 ഗുണം 14 42 ആണ്. 21 ഗുണം 2 42 ആണ്. 14 ഗുണം 3 ഓൾറെഡി പറഞ്ഞു. 42നെ അടുത്തടുത്ത് വരണമെങ്കിൽ 6 ഗുണം 7 ആണ് 42. മക്കളെ, പ്ലസ് ഇൻഫിനിറ്റി ആണ്. നമ്മൾ കൊടുക്കുന്നു വലിയ സംഖ്യ അത് വന്ന് 7. ഇപ്പോൾ 7 മുമ്പോട്ട് പോവാം. അപ്പോൾ മക്കളെ, ഈ ടൈപ്പ് നിങ്ങൾക്ക് പക്ക ക്ലിയർ ആണോ? മുമ്പോട്ട് വാ. നെക്സ്റ്റ് ടൈപ്പ് എന്ന് ഹെഡിങ് കൊടുക്കുക. ടൈപ്പ് നമ്പർ 3. ഈ ചോദ്യം എല്ലാവരും നല്ല രീതിയിൽ ഒന്ന് വായിച്ചു നോക്കുക. റൂട്ട് ഓഫ് 56 മൈനസ് റൂട്ട് ഓഫ് 56 മൈനസ് റൂട്ട് ഓഫ് 56 അപ് ടു ഇൻഫിനിറ്റി. അതായത് പ്ലസിന് പകരം ഇവിടെ മൈനസ് ആണ്. അപ്പം നമ്മൾ ഇതിനെ എന്ത് വിളിക്കുവടാ കുഞ്ഞുങ്ങളെ? മൈനസ് ഇൻഫിനിറ്റി എന്ന് വിളിക്കും. ആലോചിച്ച് നോക്ക്. അപ്പം മുമ്പത്തേത് നന്നായി പഠിച്ച ഒരാൾക്ക് ഇത് വളരെ 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 എളുപ്പമാണ്. കാര്യം അത് പഠിച്ചാൽ മതി, ഇത് കിട്ടും. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് അറിയാം. ഇപ്പോൾ മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഒന്നുമില്ല, ഇതിൻ്റെ അകത്ത് കിടക്കുന്ന സംഖ്യയെ അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യയുടെ ഗുണിതമായി എടുക്കുക. 56നെ അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യ, 56നെ നമുക്ക് പല രീതിയിൽ എടുക്കാം. അടുത്തടുത്ത് വരണമെങ്കിൽ 7 ഗുണം 8 ആണ് 56. ഇനി മൈനസ് ഇൻഫിനിറ്റി ആണ്. പ്ലസ് ആണേ വലിയത്, മൈനസ് ആണേ ചെറുത്. പ്ലസ് ആണേ വലിയത്, മൈനസ് ആണേ ചെറുത്. മൈനസ് ഇൻഫിനിറ്റി ആണ്. സോ നമ്മൾ ചെറിയ സംഖ്യ എടുത്തു. ചെറിയ സംഖ്യ ഓപ്ഷൻ എ 7 ക്ലിയർ ആണ്. മുമ്പോട്ട് വാ. എങ്ങനെയുണ്ട്? അടുത്ത് നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം. എടാ, ക്ലാസ്സിലിരിക്കുന്ന എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നുണ്ടേ? ഓക്കെ ആണേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 മൈനസ് റൂട്ട് ഓഫ് 30 മൈനസ് അപ് ടു ഇൻഫിനിറ്റി. നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ ആലോചിക്കും, എടാ ഇത് മൈനസ് ഇൻഫിനിറ്റിയാ. മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിൻ്റെ അകത്തിൽ കിടക്കുന്ന സംഖ്യയെ അടുത്തടുത്ത് വരുന്ന രണ്ട് സംഖ്യയുടെ ഗുണിതമായി എടുക്കുക. 30നെ നമുക്ക് 5 ഗുണം 6 എന്നെടുക്കാം. 5 ഗുണം 6 എന്നെടുക്കാം. ഇനി മൈനസ് ഇൻഫിനിറ്റി ആണോ ചെറിയ സംഖ്യ? 5. ഓപ്ഷൻ എ ഈസ് അവർ ആൻസർ. മുമ്പോട്ട് വാ. ഓക്കെ ആണോ? അങ്ങനെയാണ്. ഞാൻ കയ്യിൽ നിന്ന് ഒരു ചോദ്യം കൂടെ തരട്ടെ. എന്ത് പറയുന്നു? റൂട്ട് ഓഫ് 90 മൈനസ് റൂട്ട് ഓഫ് 90 മൈനസ് റൂട്ട് ഓഫ് 90 മൈനസ് അപ് ടു ഇൻഫിനിറ്റി. റൂട്ട് ഓഫ് 90 മൈനസ് റൂട്ട് ഓഫ് 90 മൈനസ് റൂട്ട് ഓഫ് 90 മൈനസ് അപ് ടു ഇൻഫിനിറ്റി. വേഗമായിട്ട് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴേ നമുക്ക് മനസ്സിലായി ഇത് മൈനസ് ഇൻഫിനിറ്റിയുടെ ചോദ്യമാണ്. മൈനസ് ഇൻഫിനിറ്റിയുടെ ചോദ്യമാണെങ്കിൽ 90നെ നമ്മൾ അടുത്തടുത്ത് വരുന്ന
രണ്ട് സംഖ്യയുടെ ഗുണിതമായിട്ട് എടുക്കുക. എടാ പൈറ്റി 9 90 പ്ലസ് ഇൻഫിനിറ്റി ആണേ നമ്മൾ വലിയ സംഖ്യ എടുക്കും, മൈനസ് ഇൻഫിനിറ്റി ആണേ നമ്മൾ ചെറിയ സംഖ്യ എടുക്കും. ഇത് മൈനസ് ഇൻഫിനിറ്റി ആണ്, സോ നമ്മൾ ചെറിയ സംഖ്യ എടുത്തു. 9 ഉത്തരം. സെറ്റാണ്, മുമ്പോട്ട് പോവാം. ഓക്കെ ആണോ? ഇനിയേ ഞാൻ എല്ലാവരോടും ഒരു കാര്യം കൂടെ പറയട്ടെ മക്കളെ. പ്ലസ് ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റിയും കാണാനായിട്ട് ഇതല്ലാതെ വേറെ ഒരു എളുപ്പ വഴിയും കൂടെ ഉണ്ട്. പ്ലസ് ഇൻഫിനിറ്റിയും മൈനസ് ഇൻഫിനിറ്റിയും കാണാനായിട്ട് ഞാൻ അതും കൂടെ നിങ്ങൾക്കൊന്ന് പറയാം. വേണ്ടെന്നുള്ളവർ കണ്ണടച്ചിരുന്നോ, വേറെ കുഴപ്പമൊന്നുമില്ല. വേണ്ടവരെ ശ്രദ്ധിക്കുക, കുറച്ചും കൂടെ വേഗത്തിൽ ഉത്തരം കിട്ടും. കുറച്ചു നേരം അപ്പം മനസ്സിൽ ചിന്തിക്കും, ഇത് തന്നെ എളുപ്പമല്ലേ, കുറച്ചുകൂടെ വേഗത്തിൽ കിട്ടും. നിങ്ങൾക്ക് എല്ലാവർക്കും പെർഫെക്റ്റ് സ്ക്വയറുകൾ അറിയാം എന്നാണ് എൻ്റെ വിശ്വാസം. പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ന് പറഞ്ഞാൽ എന്തുവാ? അതായത് പൂർണ്ണമായും റൂട്ട് എടുക്കാൻ പറ്റുന്ന സംഖ്യകൾ, പൂർണ്ണവർഗം എന്ന് പറയും. അതായത് 1 റൂട്ട് എടുക്കാൻ പറ്റുമല്ലോ, പിന്നെ 4, പിന്നെ 3ന്റെ 9, പിന്നെ 4ന്റെ 16, പിന്നെ 5ന്റെ 25, പിന്നെ 6ന്റെ 36, പിന്നെ 7ന്റെ 49, പിന്നെ 8ന്റെ 64, പിന്നെ 9ന്റെ 81, പിന്നെ 10ന്റെ 100, പിന്നെ 11ന്റെ 121, പിന്നെ 144, പിന്നെ 169, പിന്നെ 196, പിന്നെ 225, പിന്നെ 256, പിന്നെ 289, ഇങ്ങനെ പോകും. അത്യാവശ്യം 1 മുതൽ 15 വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയറുകൾ നിങ്ങൾക്ക് അറിയാമോ? ഒന്നുകൂടെ. 1ന്റെ സ്ക്വയർ 1, 4, 9, 16, 25, 36, 36 കഴിഞ്ഞാൽ 49, 64, 81, 100, 121, 144, 169, 196, 225, ഇങ്ങനെ പോകും. മുമ്പോട്ട് വാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഈ ചോദ്യം കിട്ടിയപ്പോഴേ നമുക്ക് മനസ്സിലായി 20 പ്ലസ് ഇൻഫിനിറ്റി ആണ്. 20 പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ മക്കളെ 20 കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആരാണ് എന്ന് മനസ്സിലാലോചിക്കുക. ഒന്നുകൂടെ പറയുന്നു, 20 പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ 20 കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ ആരാണ് എന്ന് മനസ്സിലാലോചിക്കുക. എടാ 20 കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 25 ആണ്. 20 കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ. അപ്പം നമ്മൾ 25ന്റെ റൂട്ട് എടുക്കുക. 25ന്റെ റൂട്ട് 5. മുമ്പോട്ട് പോവാം. സിമ്പിൾ സാധനം. അടുത്തത് 12 പ്ലസ് ഇൻഫിനിറ്റി ആണ്. അപ്പം നമ്മൾ മനസ്സിലാലോചിക്കണം, 12 പ്ലസ് ഇൻഫിനിറ്റി ആണ്. അപ്പൊ 12 കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ നിങ്ങൾ മനസ്സിലാലോചിക്കണം പിള്ളേരെ. 12 കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 16. 16ന്റെ റൂട്ട് 4. ആ 4 എല്ലിയോടാ കുഞ്ഞുങ്ങളെ ഇവിടെ കിട്ടിയിരിക്കുന്നേ. നിങ്ങൾക്ക് ഏത് രീതി വേണേലും ഉപയോഗിക്കാം. അടുത്ത് 6 പ്ലസ് ഇൻഫിനിറ്റി. നിങ്ങൾ മനസ്സിലാലോചിക്കൂ, 6 കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ. 6 കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 9. 9ന്റെ റൂട്ട് 3. ആ 3 അല്ലയോ ഇവിടെ കിട്ടിയിരിക്കുന്നേ. ആലോചിച്ച് നോക്ക്. അങ്ങനെയാണ് അടുത്തത് 42 പ്ലസ് ഇൻഫിനിറ്റി. 42 കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ 49. 49ന്റെ റൂട്ട് 7. 7 അല്ലയോ ഇവിടെ കിട്ടിയിരിക്കുന്നേ. സിമ്പിൾ അല്ലേ? മുമ്പോട്ട് വാ. ഇനി മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ, പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇത് കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് എടുക്കും. അപ്പം മൈനസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിന് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിന്റെ റൂട്ട് അത്രേ ഉള്ളൂ. 56 മൈനസ് ഇൻഫിനിറ്റി. അപ്പോൾ 56ന് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ. 56ന് മുമ്പ് ആരാ? 49. 49ന്റെ റൂട്ട് 7. ആ 7 ഇല്ലയോ ഇവിടെ കിട്ടിയിരിക്കുന്നത്. ആലോചിച്ച് നോക്ക്. അടുത്തത് 30 മൈനസ് ഇൻഫിനിറ്റി. 30 കഴിഞ്ഞു വരുന്നതാണ് പ്ലസിന്. മൈനസ് ഇൻഫിനിറ്റി ആണ് 30ന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ. 30ന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ 25. 25ന്റെ റൂട്ട് 5. മുമ്പോട്ട് പോവാം. ഇനി അടുത്തത് 90 മൈനസ് ഇൻഫിനിറ്റി. 90ന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ. 90ന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 81. 81ന്റെ റൂട്ട് 9. അപ്പോൾ മക്കളെ
2 ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു. പ്ലസ് ഇൻഫിനിറ്റിയും പഠിച്ചു, മൈനസ് ഇൻഫിനിറ്റിയും പഠിച്ചു. പ്ലസ് ഇൻഫിനിറ്റി ആണ് ഒന്നുകിൽ അടുത്തടുത്തുള്ള സംഖ്യകളുടെ ഗുണിതമായിട്ട് എടുക്കുക, പ്ലസ് ഇൻഫിനിറ്റി ആണ് വലിയ സംഖ്യ, മൈനസ് ഇൻഫിനിറ്റി ആണ് ചെറിയ സംഖ്യ. ഇനി അതല്ല, ഇത്രയും ആലോചിക്കാതെ ഒരു സിമ്പിൾ ഷോർട്ട് കട്ട് പഠിച്ചു. പ്ലസ് ഇൻഫിനിറ്റി ആണ് ഇത് കഴിഞ്ഞു വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട്, മൈനസ് ഇൻഫിനിറ്റി ആണ് ഇതിന് മുമ്പ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട്. ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് റൂട്ട് വരുന്ന മൂന്നാമത്തെ മോഡലിലേക്ക് നമ്മൾ കയറുകയാണ് സുഹൃത്തുക്കളെ. ഇതാണ് ചോദ്യം. ശ്രദ്ധിക്കുക. ഇതിനെ നമ്മൾ ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയും. എന്തുവാ? ഇൻറ്റു ഇൻഫിനിറ്റി. വേണമെങ്കിൽ നമുക്ക് പറയാനും പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അവിടെ ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയും. കണ്ടോ? അതായത് സംഭവം ഇൻഫിനിറ്റിയാണ്, അതായത് അവസാനിക്കുന്നില്ല. പക്ഷേ പ്ലസും മൈനസും ഒന്നും അല്ല, ഇടയിൽ സിമ്പിൾ ഇല്ല. ഇടയിൽ സിമ്പിൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഇൻറ്റു എന്നാണ്. ഇത് വളരെ പ്രോപ്പർലി എങ്ങനെയാണ് ചെയ്യുക എന്ന് ഞാൻ പറയാം. ഈ സാധനത്തിൻ്റെ റൂട്ട് എക്സ് ആണെന്നിരിക്കട്ടെ. എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 10 ഇൻറ്റു ബാക്കിയുള്ളത് ഇൻഫിനിറ്റി വരെ ആയതുകൊണ്ട് എക്സ് തന്നെ. 2 സൈഡും സ്ക്വയർ ചെയ്തപ്പോൾ ഈ സാധനം എക്സ് സ്ക്വയർ ആയി. ഇവിടെ നിന്ന് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് കളഞ്ഞ് 10 ഇൻറ്റു എക്സ് ആവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് അത് വരും കേട്ടോ. അപ്പോൾ എക്സ് സ്ക്വയർ ബൈ എക്സ് ഈക്വൽ ടു 10 ആവും. ഈ സൈഡിൽ നിന്ന് 2 എക്സ് പോയ എക്സിൻ്റെ വാല്യൂ 10 എന്ന് കിട്ടും. ഇങ്ങനെയൊക്കെയാണ് നമ്മളിത് വളരെ പ്രോപ്പറായി ചെയ്യുന്നത്. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഇൻറ്റു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ചോദ്യം ഒരു 5 or 6 പ്രാവശ്യം മാക്സിമം കഴിഞ്ഞൊരു 10 കൊല്ലത്തിനിടയിൽ ചോദിച്ചിട്ടുള്ളൂ. കാര്യം അത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാവും. ഇൻറ്റു ഇൻഫിനിറ്റി ആണ് നിങ്ങൾക്കൊരു വലിയ ലോട്ടറി അടിച്ചു എന്നങ്ങ് ഓർത്താൽ മതി. സംഭവം ഉത്തരം അത് തന്നെയാണ്. മനസ്സിലായോ? എല്ലായിടത്തും പോയി ഇത് കാണിക്കരുത്. ഇൻറ്റു ഇൻഫിനിറ്റി ആണ് റൂട്ടിനുള്ളിലെ സംഖ്യയാണ് സുഹൃത്തുക്കളെ ഉത്തരം. റൂട്ടിനുള്ളിൽ 10, നമ്മുടെ ഉത്തരവും 10. സിമ്പിൾ അല്ലേ? വീണ്ടും പറയുന്നു, ഇൻറ്റു ഇൻഫിനിറ്റി ആണെങ്കിൽ റൂട്ടിനുള്ളിലെ സംഖ്യയാണ് നമ്മുടെ ഉത്തരം. ഇൻറ്റു ഇൻഫിനിറ്റി ആണെങ്കിൽ റൂട്ടിനുള്ളിലെ സംഖ്യയാണ് നമ്മുടെ ഉത്തരം. ഇൻറ്റു ഇൻഫിനിറ്റി റൂട്ടിനുള്ളിൽ 10, നമ്മുടെ ഉത്തരം 10. അടുത്തത് വേഗം ആൻസർ കമൻറ്റ് ചെയ്തേ. റൂട്ട് ഓഫ് 150 ഇൻറ്റു റൂട്ട് ഓഫ് 150 ഇൻറ്റു റൂട്ട് ഓഫ് 180 ഇൻറ്റു അങ്ങനെ പോയി ഇൻഫിനിറ്റി വരെ. ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴേ നമുക്ക് മനസ്സിലായി ഇൻറ്റു ഇൻഫിനിറ്റി വരെ പോകുന്ന ചോദ്യമാണ്. ഇൻറ്റു ഇൻഫിനിറ്റി വരെ പോകുന്ന ചോദ്യമാണെങ്കിൽ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ 150 ആണ്. ഓപ്ഷൻ എ 150 ആണ്. പക്കാ ക്ലിയർ ആണ്. മുമ്പോട്ട് വാ. അടുത്ത് റൂട്ട് ഓഫ് 9 ഇൻറ്റു റൂട്ട് ഓഫ് 9 ഇൻറ്റു റൂട്ട് ഓഫ് 9 ഇൻറ്റു അപ് ടു ഇൻഫിനിറ്റി വരെ. റൂട്ട് ഓഫ് 9 ഇൻറ്റു റൂട്ട് ഓഫ് 9 ഇൻറ്റു റൂട്ട് ഓഫ് 9 ഇൻറ്റു അപ് ടു ഇൻഫിനിറ്റി വരെ. മക്കളെ 9 പോവാണ്. ഇങ്ങനെ വന്ന ഇൻറ്റു ഇൻഫിനിറ്റി ആണ് എന്ന് നമുക്ക് മനസ്സിലായി. എടെ ഇൻറ്റു ഇൻഫിനിറ്റി ആണെങ്കിൽ റൂട്ടിനുള്ളിലെ സംഖ്യ റൂട്ടിനുള്ളിൽ 9, അത് തന്നെ നമ്മുടെ ഉത്തരം 9. ഓപ്ഷൻ ബി ആണ് ഉത്തരം 9. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ശ്രദ്ധിക്കണേ. ഈ ചോദ്യം പരീക്ഷാ ഹാളിൽ വന്ന ഇങ്ങനെയൊക്കെ ചിന്തിക്കും. ചിലപ്പോൾ 3 കാണും ഓപ്ഷൻ്റെ ആദ്യം. നമ്മളിങ്ങനെ എഴുതും ഇൻറ്റു ഇൻഫിനിറ്റി. അയ്യോ അങ്ങേര് പറഞ്ഞിട്ടുണ്ട് ഇൻറ്റു ഇൻഫിനിറ്റി ആണെങ്കിൽ റൂട്ടിനുള്ളിലെ സംഖ്യ കൊടുക്കണം 9. പിന്നെ പരീക്ഷാ ഹാളിൽ ഇരുന്ന് നമ്മുടെ മൈൻഡിലെ ലവം പ്രവർത്തിക്കും. കൂലങ്കഷമായി നമ്മൾ ചിന്തിക്കും 9ന് റൂട്ടുണ്ട്, അതുകൂടെ അങ്ങ് എടുക്ക്. 9ൻ്റെ റൂട്ട് 3. കണ്ടോ? അതാണ് ദൈവം സഹായിച്ച് ഓപ്ഷൻ എ തന്നെ കിടപ്പുണ്ട്. ടിക്ക് ചെയ്യാനൊക്കെ നമ്മുടെ ഉപബോധ മനസ്സ് പറയും ചെയ്യരുത്. മനസ്സിലായോ? അതായത് ഇൻറ്റു ഇൻഫിനിറ്റി ആണോ റൂട്ടിനുള്ളിലെ സംഖ്യ അങ്ങ് എടുക്കുക 9. ഓക്കെ. ഇനി അതിന് റൂട്ടുണ്ടോ, അതിന് ക്യൂബുണ്ടോ, അതിന് സ്ക്വയർ ഉണ്ടോ, അതിനെന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമേ അല്ല. മനസ്സിലായോ? ഇനി അങ്ങനെ ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാണ് ഇൻറ്റു ഇൻഫിനിറ്റി ആണോ റൂട്ടിനുള്ളിലെ സംഖ്യ 9 കഴിഞ്ഞു. ഇനി അതിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കോട്ടെ, നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഓക്കെ ആണ്. മുമ്പോട്ട് പോവാവേ. അപ്പോൾ ഒരു ചോദ്യം കൂടെ. റൂട്ട് ഓഫ് 11 ഇൻറ്റു റൂട്ട് ഓഫ് 11 ഇൻറ്റു റൂട്ട് ഓഫ് 11 ഇൻറ്റു ഇൻഫിനിറ്റി. വേഗം. റൂട്ട് ഓഫ് 11 ഇൻറ്റു റൂട്ട് ഓഫ് 11 ഇൻറ്റു റൂട്ട് ഓഫ് 11 ഇൻറ്റു ഇൻഫിനിറ്റി. മക്കളെ ഇൻറ്റു ഇൻഫിനിറ്റി ആണ്.
ഇൻറ്റു ഇൻഫിനിറ്റി ആണ്, ഇൻറ്റു ഇൻഫിനിറ്റി ആണ്. നമ്മുടെ ഉത്തരം അത് തന്നെ. നമ്മുടെ ഉത്തരം 11 സെറ്റാണ്. മുമ്പോട്ട് പോവാം. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്വയർ റൂട്ട് വരുന്ന നോർമൽ ചോദ്യങ്ങൾ പഠിച്ചു, പ്ലസ് ഇൻഫിനിറ്റി പഠിച്ചു, മൈനസ് ഇൻഫിനിറ്റി പഠിച്ചു, ഇൻറ്റു ഇൻഫിനിറ്റി പഠിച്ചു. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ വളരെ സിമ്പിളായ ഒരു ചോദ്യം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളൊന്ന് ട്രൈ ചെയ്യാമോ? വേഗമായിക്കോട്ടെ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? വേഗമായിക്കോട്ടെ. അതായത് ചിലപ്പോൾ പരീക്ഷകളൊക്കെ ഇച്ചിരൂടെ നല്ല നിലവാരം ഇച്ചിരി ടൈറ്റായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല, ഈ രീതിയിലൊക്കെ ചോദ്യം വരാം. അതായത് നമുക്കല്ലാതെ തന്നെ GK പാർട്ടിലൊക്കെ ചോദ്യങ്ങൾ ഈ രീതി വരാറുണ്ട്. നമുക്കും LP UP പരീക്ഷയ്ക്കൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്കും വരാനുള്ള സാധ്യതയുണ്ട്. രസമുണ്ടോ? അതായത് ഇങ്ങനെ വരുമ്പോൾ കോളം 1ഉം കോളം 2ഉം കൃത്യമായി ചേരുംപടി ചേർക്കാമെന്നൊരു ഹെഡിങ് തരും. എന്നിട്ട് കോളം 1ഉം കോളം 2ഉം നിങ്ങൾ അങ്ങോട്ട് ചേരുംപടി അങ്ങോട്ട് ചേർത്താട്ട് വേഗമായിട്ട്. ഞാനൊരു 1 മിനിറ്റ് സമയം തരാം. കോളം 1ൻ്റെ അകത്തിൽ ഒരു സാധനമുണ്ട്, കോളം 2ൻ്റെ അകത്തിൽ 6 സാധനങ്ങളുണ്ട്. കോളം 1ൽ 3 എണ്ണം ഉണ്ട്, കോളം 2ൽ 6 ഉത്തരവുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേരുംപടി ചേർക്കാനായിട്ട് നോക്കാം. ആദ്യത്തേത് നോക്കുക. റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് ഓഫ് 2 പ്ലസ് റൂട്ട് ഓഫ് 2 പ്ലസ് ഇൻഫിനിറ്റി. ഇത് കിട്ടിയപ്പോഴേ നമുക്ക് മനസ്സിലായി പ്ലസ് ഇൻഫിനിറ്റി ആണ്. പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഓക്കെ, പ്ലസ് ഇൻഫിനിറ്റി ആണെങ്കിൽ ഇതിൻ്റെ അകത്തിൽ ഉള്ള സംഖ്യയുടെ അടുത്തടുത്തുള്ള 2 സംഖ്യയുടെ ഗുണിതമായിട്ട് എടുക്കുക. 1 ഗുണം 2. 2 പറയണമെങ്കിൽ 1 ഗുണം 2, 1 ഗുണം 2, 1 ഗുണം 2. പ്ലസ് ഇൻഫിനിറ്റി ആണ് വലിയ സംഖ്യ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 2 എന്ന് നമുക്ക് കിട്ടും. ഇനി അതല്ല, പ്ലസ് ഇൻഫിനിറ്റി ആണ് 2 കഴിഞ്ഞ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട് വേണേലും എടുക്കാം. 2 കഴിഞ്ഞ് പെർഫെക്റ്റ് സ്ക്വയർ 4, 4ൻ്റെ റൂട്ട് 2. കണ്ടോ? ഒന്നുകിൽ അടുത്തടുത്ത് അല്ലെ കഴിഞ്ഞ് വരുന്ന പെർഫെക്റ്റ് സ്ക്വയർ. എന്തായാലും ഉത്തരം 2. അപ്പോൾ എയുടെ ഉത്തരം 2. അപ്പോൾ എയുടെ നേരെ 2 വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇത്തരം വലിയ വലിയ ചോദ്യമാണെങ്കിൽ ബാക്കി നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളയാം. എയുടെ നേരെ 2 വരുന്നത് ഒഴിച്ച് ബാക്കിയുള്ളവനെ എലിമിനേറ്റ് ചെയ്യാം. ഇനി ദൈവം സഹായിച്ച് അറിഞ്ഞിട്ട ചോദ്യമാണ്. എയുടെ നേരെ 2 എല്ലായിടത്തും. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2. അപ്പം നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ് സുഹൃത്തുക്കളെ. റൂട്ട് ഓഫ് 2 മൈനസ് റൂട്ട് ഓഫ് 2 മൈനസ് റൂട്ട് ഓഫ് 2 മൈനസ് ഇങ്ങനെ പോകും. ക്വസ്റ്റ്യൻ കിട്ടിയപ്പോഴേ നമുക്ക് മനസ്സിലായി മൈനസ് ഇൻഫിനിറ്റിയുടെ ചോദ്യമാണ്. മൈനസ് ഇൻഫിനിറ്റിയുടെ ചോദ്യമാണെങ്കിൽ നമ്മൾ മൈനസ് ഇൻഫിനിറ്റി ആണ് ആ സംഖ്യയെ അടുത്തടുത്ത് വരുന്ന സംഖ്യയുടെ ഗുണിതമായിട്ട് എടുക്കുക. 2 പറയുമ്പോൾ 1 ഗുണം 2 ആണ് 2. മൈനസ് ഇൻഫിനിറ്റി ആണ് ചെറിയ സംഖ്യ. ചെറിയ സംഖ്യ എന്ന് പറയുമ്പോൾ 1. അല്ലെങ്കിൽ മൈനസ് ഇൻഫിനിറ്റി ആണ് ഇതിന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ റൂട്ട്. ഇതിന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 2ന് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ 1, 1ൻ്റെ റൂട്ട് 1. അപ്പോഴും നമുക്ക് കിട്ടും 1. അപ്പോൾ ബിക്ക് നേരെ വരുന്നത് 1 ആണ് 3. ബിക്ക് നേരെ 3 ഒഴിച്ച് ബാക്കിയുള്ളവരെ എലിമിനേറ്റ് ചെയ്യാം. ബിക്ക് നേരെ 3 ഒഴിച്ച് ബാക്കി എന്ന് പറയുമ്പോൾ ബാക്കി 3 ഇവിടെയും എലിമിനേറ്റിനില്ല, ഇവിടെയും ഇല്ല, ഇവിടെയും ഇല്ല. കാര്യം ബാക്കി എല്ലായിടത്തും ഇതാണ്. മുമ്പോട്ട് വാ. ഇനി റൂട്ട് ഓഫ് 4 ഇൻറ്റു റൂട്ട് ഓഫ് 4 ഇൻറ്റു റൂട്ട് ഓഫ് 4 ഇൻറ്റു അപ് ടു ഇൻഫിനിറ്റി. 4 4 4 4 4 4 ഇൻറ്റു ഇൻഫിനിറ്റി ആണ്. ഇൻറ്റു ഇൻഫിനിറ്റി ആണെങ്കിൽ അത് തന്നെ ആയിരിക്കും ഉത്തരം. 4 ഇൻറ്റു ഇൻഫിനിറ്റി ആണ്. അപ്പോൾ അത് തന്നെ ഉത്തരം 4 തന്നെ. അപ്പോൾ സിയുടെ നേരെ വരുന്നത് 4. അപ്പോൾ എയുടെ നേരെ 2, ബിയുടെ നേരെ 3, സിയുടെ നേരെ 4 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ ഡി ആണ്. ഇനി താഴേന്ന് മേളിലോട്ട് ചെയ്ത് നോക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ലെക്കാണ് സംഭവം. മനസ്സിലായോ? പരീക്ഷാ ഹോളിൽ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പറ്റണമെന്നില്ല. ചില ആളുകൾ പിന്നെ കൂട്ടത്തിൽ എളുപ്പം ഇതായതുകൊണ്ട് ഇത് ആദ്യം ചെയ്ത് നോക്കുന്നവർക്ക് ലെക്കാണ്. കാര്യം താഴേന്ന് മേളിലോട്ട് ചെയ്ത് നോക്കിയാൽ
സിയുടെ നേരെ 4 ആണെന്ന് മനസ്സിലാവും. സിയുടെ നേരെ 4 വന്ന ഒരാളെ ഉള്ളൂ ഇതിനകത്തിൽ, ബാക്കിയുള്ളവരെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. മനസ്സിലായോ? അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ ആ പരീക്ഷാ ഹോളിൽ താഴേന്ന് മുകളിലേക്ക് ചിലപ്പോൾ നോക്കാനുള്ള ഒരു സാധ്യത നമുക്ക് കുറവായിരിക്കും. ഓക്കെ ആണ്. അപ്പോൾ എന്താ സംഭവിച്ചാലും ഇത് നിങ്ങൾ ചെയ്തെടുക്കും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്കുണ്ടോ? ഓക്കെ ആണോ? ഇത്രയും നേരം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പക്കയാണോ? മുമ്പോട്ട് പോട്ടെ, മുമ്പോട്ട് വാ. ഇനി കുറച്ച് കാര്യങ്ങളൂടെ പറയാം നമുക്ക്. ഓക്കെ, ഇനി നമ്മൾ 300-ൻ്റെയും 140-ൻ്റെയും സ്ക്വയർ എടുക്കണം. നിങ്ങൾ കണ്ടിട്ടുണ്ട് അവസാനം കുറച്ച് 0 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് സ്ക്വയർ എടുക്കുക? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം 3ൻ്റെ സ്ക്വയർ എടുക്കുക. മക്കളെ 3ൻ്റെ സ്ക്വയർ 9. ഇനി സ്ക്വയർ എടുക്കുമ്പോൾ എത്ര 0 ഉണ്ടോ അതിൻ്റെ ഇരട്ടി 0 കൊടുക്കണം. 2 0 ആണ്, നമ്മൾ കൊടുക്കും 4 0. 1 0 ആണ്, 2 0. 5 0 ആണ്, 10 0. 2 0 ആണ്, 4 0. 5 0 ആണ്, 10 0. അതിൻ്റെ കാര്യം ഇത്രേ ഉള്ളൂ. 300-ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 300 ഗുണം 300. 3ഉം 3 ഗുണിക്കുമ്പോൾ 9. പിന്നെ 4 0 കൊടുക്കുമല്ലോ, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എത്ര 0 ഉണ്ടോ അതിൻ്റെ ഇരട്ടി 0 കൊടുക്കണമെന്ന് പറഞ്ഞത്. 140-ൻ്റെ സ്ക്വയർ 14-ൻ്റെ സ്ക്വയർ മക്കളെ 196. ഇവിടെ 1 0 ആണ്, പകരം നമ്മൾ കൊടുത്തു 2 0. ഓക്കെ ആണോ? അങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം. ഒന്ന് കമൻറ്റ് ചെയ്തേ പറ. 4000-ൻ്റെ സ്ക്വയർ മക്കളെ 4ൻ്റെ സ്ക്വയർ 16. പിന്നെ 3 0 ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കൊടുത്തു 6 0. ഓക്കെ, മുമ്പോട്ട് വാ. ഇനി 16-ൻ്റെ സ്ക്വയർ 16-ൻ്റെ സ്ക്വയർ മക്കളെ 256. പിന്നെ 1 2 3 4 5 0 ഉണ്ട്. 5 0 ഉണ്ടായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു 10 0. ഇത് വായിക്കാൻ മാത്രം എന്നോട് പറയരുത്. നിങ്ങൾ സൗകര്യം പോലെ ഇതെന്തുവാണെന്ന് വായിച്ച് നോക്കിയാൽ മതി. സംഭവം ഇതാ. ഓക്കെ ആണ്. 16-ൻ്റെ സ്ക്വയർ 256. പിന്നെ 5 0 ഉണ്ടായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു 10 0. ഓക്കെ ആണോ? അങ്ങനെയാണ് ഈ ചോദ്യം. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇത് ഖാദി ബോർഡ് LDC പ്രിലിംസിന് വന്ന മോഡലുകളിൽ ഒരെണ്ണമാണ് ഈ ചോദ്യം. വേഗം ആൻസർ കമൻറ്റ് ചെയ്തേ. 10,000-ൻ്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 എന്നതാണ് ചോദ്യം. 10,000-ൻ്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 എന്നതാണ് ചോദ്യം. വേഗം. 10,000-ൻ്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് എത്ര 0 എങ്ങനെയാ മക്കളെ 10,000-ൻ്റെ വർഗം എടുക്കുക? 1ൻ്റെ വർഗം എടുത്തു 1. പിന്നെ 1 2 3 4 4 0 ഉണ്ട്. സോ നമ്മൾ കൊടുക്കുന്നു 8 0. അപ്പോൾ 10,000-ൻ്റെ വർഗം എടുക്കാൻ നേരത്തെ 1 കൊടുത്തു, പിന്നെ 4 0 ഉണ്ട്, അതുകൊണ്ട് നമ്മൾ കൊടുത്തു 8 0. ഓക്കെ ആണോ? മുമ്പോട്ട് വാ. ഇനി ഇങ്ങനെ ഒന്നും എഴുതി നോക്കേണ്ട കാര്യമില്ല. വായിക്കുമ്പോൾ തന്നെ ഇത്രയും പഠിച്ച ഒരാൾക്ക് മനസ്സിലാവും. 10,000-ൻ്റെ വർഗം എന്ന് പറയുമ്പോൾ 1, പിന്നെ 4 0-ന് പകരം 8 0. അപ്പോൾ 10,000-ൻ്റെ വർഗത്തിൽ 1 കഴിഞ്ഞ് 8 0 ഉണ്ട്. ഓപ്ഷൻ സി ആണ്. മുമ്പോട്ട് പോവാം. ഓക്കെ ആണോ പ്രേമേ? ഇനി നമ്മൾ പോയിന്റ് വരുന്ന സംഖ്യയുടെ സ്ക്വയർ കാണാനായിട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്. പോയിന്റ് വരുന്ന സംഖ്യ മക്കളെ നോക്കുക. ഇനി പോയിന്റ് വരുന്ന സംഖ്യയുടെ സ്ക്വയർ ആണ് എന്ന് ചോദിക്കുന്നെങ്കിൽ നമ്മൾ ആദ്യം പോയിന്റ് ഇല്ലാതെ ഈ സംഖ്യയുടെ സ്ക്വയർ എടുക്കുക. ഇവിടെ വരുമ്പോൾ 3. അപ്പോൾ 3ൻ്റെ സ്ക്വയർ 9. 3 ആണ്. 3ൻ്റെ സ്ക്വയർ 9. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. 3 സ്ഥാനമാണെങ്കിൽ നമ്മൾ 6 സ്ഥാനം കൊടുക്കണം. അതായത് സ്ക്വയർ എടുക്കുമ്പോൾ എപ്പോഴും ഇരട്ടിയായിട്ടാണ് മക്കളെ. 3 സ്ഥാനമാണെങ്കിൽ നമ്മൾ 6 സ്ഥാനം. അപ്പോൾ ഇവിടെ 1 സ്ഥാനമേ ഉള്ളൂ. ബാക്കി സ്ഥാനങ്ങൾ നമ്മൾ കൈ നിടണം. കൈ നിടുക എന്ന് പറഞ്ഞാൽ 0 ഇവിടെ 2 സ്ഥാനം, 3 സ്ഥാനം, 4 സ്ഥാനം, 5 സ്ഥാനം, 6 സ്ഥാനം പോയിന്റ്. ഓക്കെ ആണോ? മുമ്പോട്ട് പോവാവോ? എങ്ങനുണ്ട്? ഇനി ചില കുഞ്ഞുങ്ങളെ മനസ്സിൽ എന്ത് ചെയ്യുന്നറിയാം, ഈ 6 സ്ഥാനം ഒന്ന് മനസ്സ് ഗസ് ചെയ്യും.
ഈ 9നെ എണ്ണത്തില്ല, പിന്നെ ഒരു 6 പൂജ്യം നിരത്തി അങ്ങിടും. അങ്ങനെയല്ല, ബാക്കിക്ക് വേണം 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ. ഒന്നുകൂടെ പറയുന്നു, 3ന്റെ സ്ക്വയർ 9. ഇനി അത് കഴിഞ്ഞ് 3 സ്ഥാനമുണ്ട്. പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമാണ് നമ്മൾ കൊടുക്കും 6 സ്ഥാനം. ഇപ്പോൾ ഒരു സ്ഥാനം നമ്മുടെ കയ്യിലുണ്ടല്ലോ, 2 സ്ഥാനം, 3 സ്ഥാനം, 4 സ്ഥാനം, 5 സ്ഥാനം, 6 സ്ഥാനം പോയിന്റ്. ഓക്കെ ആണ്, മുമ്പോട്ട് പോവാതെ. അങ്ങനെയാണ് അതിൻ്റെ കാര്യം. ഇത്രയേ ഉള്ളൂ. 0.03 ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.03003 2 പ്രാവശ്യം ഗുണിക്കുക. 3 3 9. ഇവിടെ 3 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം. അപ്പം നമുക്ക് മൊത്തം 6 സ്ഥാനം വേണം. അതാണ് ലോജിക്ക്. ഇനി 1.2ന്റെ സ്ക്വയർ. നമ്മൾ ആദ്യം 12ന്റെ സ്ക്വയർ എടുക്കുക. മക്കളെ, 12ന്റെ സ്ക്വയർ 144. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനം, പോയിന്റ് കഴിഞ്ഞ് ഒരു സ്ഥാനമാണ് നമ്മൾ കൊടുക്കുന്നു 2 സ്ഥാനം. പോയിന്റ് കഴിഞ്ഞ് എത്ര സ്ഥാനമാണോ അതിൻ്റെ ഇരട്ടി. മക്കളെ, ഈ 1.2 തന്നെ 3 4 പ്രാവശ്യം കഴിഞ്ഞ 2 കൊല്ലത്തിനിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കത് മുമ്പോട്ട് പോകുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. 1.2 ഒരു സ്ഥാനം, നമ്മൾ കൊടുത്തു 2 സ്ഥാനം, 1.44. എങ്ങനുണ്ട്? വേഗമായിക്കോട്ടെ. ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്തേ. 0.04 ദ ഹോൾ സ്ക്വയർ. നമ്മൾ ആദ്യം 4ന്റെ സ്ക്വയർ എടുത്തു, 16. പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, 2 സ്ഥാനമായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു 4 സ്ഥാനം, 0.0016. എങ്ങനുണ്ട്? അടുത്തത് 15ന്റെ സ്ക്വയർ. പോയിന്റ് ഇല്ലാതെ നമ്മൾ 15 എന്നെണ്ണി. 15ന്റെ സ്ക്വയർ 225. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം. മോനെ, പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനമാണ്. നമ്മൾ കൊടുക്കുന്നു പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം. 3 സ്ഥാനമാണ് 6 സ്ഥാനം. 5 സ്ഥാനമാണ് 10 സ്ഥാനം. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 സ്ഥാനം, സോ 4 സ്ഥാനം. നമുക്കിപ്പം 3 സ്ഥാനമേ ഉള്ളൂ. നമ്മൾ ഒരു സ്ഥാനം കൂടെ അഡ്ജസ്റ്റ് ചെയ്തു 0 വെച്ച്. അപ്പോൾ 0.0225. 0.0225. മുമ്പോട്ട് വാ. എന്ത് പറയുന്നു? ഒക്കെയാണോ? അങ്ങനെയാണല്ലേ, ഒരു 2 എണ്ണം കൂടെ. ഇവൻ്റെ സ്ക്വയർ എടുക്കണം. നമ്മൾ ആദ്യം 2ന്റെ സ്ക്വയർ എഴുതി 4. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമുണ്ട്. 4 സ്ഥാനമുണ്ടായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നു 8 സ്ഥാനം. 4 ആയിട്ടുള്ളൂ. ഇപ്പം 4 5 6 7 8. ഒരു സ്ഥാനമേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കി നമ്മൾ 0 ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഒന്നുകൂടെ 2ന്റെ സ്ക്വയർ മക്കളെ 4. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനം. 4 സ്ഥാനമായതുകൊണ്ട് നമ്മൾ 8 സ്ഥാനം കൊടുക്കും. ഒരു സ്ഥാനം, 2 സ്ഥാനം, 3 സ്ഥാനം, 4 സ്ഥാനം, 5 സ്ഥാനം, 6 സ്ഥാനം, 7 സ്ഥാനം, 8 സ്ഥാനം. ദേണ്ട ഉത്തരം. മുമ്പോട്ട് വാ. ഇനി 0.025 ദ ഹോൾ സ്ക്വയർ. നമ്മൾ ആദ്യം 25ന്റെ സ്ക്വയർ എടുക്കും. 25ന്റെ സ്ക്വയർ 625. പോയിന്റ് ഇല്ലാതെ ആ സംഖ്യയുടെ സ്ക്വയർ എടുക്കും. എന്നിട്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. 3 സ്ഥാനം. അപ്പം നമ്മൾ കൊടുക്കും 6 സ്ഥാനം. എത്ര സ്ഥാനമുണ്ടോ അതിൻ്റെ ഇരട്ടി, 3 ആയിട്ടുള്ളൂ. 4 സ്ഥാനം, 5 സ്ഥാനം, 6 സ്ഥാനം. എങ്ങനെയുണ്ട്? 25ന്റെ സ്ക്വയർ 625 പിന്നെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനമാണ്. സോ നമ്മൾ 6 സ്ഥാനം കൊടുക്കുന്നു. അങ്ങനെ 0.000625. ഓക്കെ ആണോ സൂര്യ? അങ്ങനെയാണ്. നമുക്ക് ഒരു സിമ്പിളായ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം കൂടെ ചെയ്താലോ? എന്തു പറയുന്നു? വേഗമായിട്ട്. ചിലപ്പോൾ ഈ മോഡലിലൊക്കെ ചോദ്യം വരാം. അപ്പം നമ്മൾ ഏത് രീതി ചോദിച്ചാലും പ്രിപ്പയർഡ് ആയിരിക്കണം. നമുക്ക് ഇന്നൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം കൂടെ ചെയ്യാം, ഇത്രയും പഠിച്ചത് വെച്ചിട്ട്. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. കമന്റ് ചെയ്തേ. ഞാൻ ഒരു സൈഡിൽ നിന്ന് ചെയ്തു തുടങ്ങുകയാണ്.
നിങ്ങൾക്ക് കിട്ടിയ ആൻസറുകൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ വാക്യം തിരഞ്ഞെടുക്കുക. ഇനി ഞാൻ എല്ലാവരോടും ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം. എന്നാലും നമ്മൾ പരീക്ഷാ ഹാളിൽ ഇരിക്കുമ്പോൾ മനുഷ്യന്മാരാണ്. നമ്മൾ ഈ തെറ്റായ വാക്യമൊന്നും കാണത്തില്ല. നമ്മളെല്ലാവരും പരീക്ഷയ്ക്ക് പോകുന്നത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കാനായിരിക്കും. അത് പൊതുവെ അങ്ങനെയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം തെറ്റായ വാക്യമാണോ ശരിയായ വാക്യമാണോ എന്ന് ആദ്യമേ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മിക്കവാറും കുഞ്ഞുങ്ങൾ പരീക്ഷാ ഹാളിൽ ശരിയായ വാക്യം കണ്ടെത്താൻ അവിടെ പോകുന്നത്. അപ്പോൾ ഈ തെറ്റൊന്നും കാണത്തില്ല. നിങ്ങളിത് എങ്ങനെയാണ് ചെയ്യുന്നത് അറിയാം? ഇത് അപ്പോൾ 2 ശരിയായത് മാത്രം ടിക്ക് ചെയ്തിട്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ 1 മാത്രം, 1 2 മാത്രം. മിക്കവാറും ഓപ്ഷൻ്റെ അകത്തിൽ ആദ്യം ഈ ശരിയായ വാക്യം ഏതൊക്കെയാണെന്നായിരിക്കും, അതിൽ ടിക്ക് ചെയ്തിട്ട് ഇങ്ങനെ പോരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, തെറ്റായ വാക്യമാണോ നിങ്ങൾക്ക് വേണ്ടിയത്, ശരിയായ വാക്യമാണോ വേണ്ടിയതെന്നും വ്യക്തമായി ഒന്ന് വര ഇട്ടിട്ട് വേണം ചെയ്ത് തുടങ്ങാൻ. നമുക്കിവിടെ വേണ്ടിയത് തെറ്റായതാണ്, ഇവിടെ വേണ്ടിയത് തെറ്റായതാണ്. മൈൻഡിലുണ്ട് തെറ്റാ വേണ്ടി. ഓക്കെ. ഇനി 4000ൻ്റെ വർഗത്തിൽ 16 കഴിഞ്ഞ് 6 പൂജ്യങ്ങൾ ഉണ്ടാവും. അപ്പം നമ്മൾ 4000ൻ്റെ വർഗം എടുത്തേടാ മക്കളെ. 4000ൻ്റെ വർഗം 4ൻ്റെ വർഗം 16, പിന്നെ 3 പൂജ്യമാണ്. നമ്മൾ കൊടുക്കും 6 പൂജ്യം. ഇത്രയൊന്നും എഴുതണ്ട, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എഴുതാതെ തന്നെ നിങ്ങൾക്ക് മൈൻഡിൽ നിന്നറിയാം. 4000ൻ്റെ വർഗം 4ൻ്റെ വർഗം 16, പിന്നെ 3 പൂജ്യം 6 പൂജ്യം. അപ്പോൾ 4000ൻ്റെ വർഗത്തിൽ 16 കഴിഞ്ഞ് 4ൻ്റെ സ്ക്വയർ 16, പിന്നെ 3 പൂജ്യത്തിന് വരെ 6 പൂജ്യം. അപ്പോൾ എപ്പോഴും ഇരട്ടിയാണ് കൊടുക്കുന്നത് സ്ക്വയറിന്. 16 കഴിഞ്ഞ് 6 പൂജ്യങ്ങളുണ്ടാവും. 100% ശരിയാണ്. 100% പറ ശരിയാണ്. 16 കഴിഞ്ഞ് 6 പൂജ്യങ്ങൾ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ 1 മാത്രം എന്നുള്ള സാധനം നമുക്ക് എലിമിനേറ്റ് ചെയ്യത്തില്ലേ? ആലോചിച്ച് നോക്ക്. കാര്യം എന്താ? നമുക്ക് തെറ്റായ വാക്യമാണ് വേണ്ടിയത്. തെറ്റായ വാക്യം എന്ന് പറയുമ്പോൾ തന്നെ 1 എന്നുള്ളത് ശരിയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ 1 ഉള്ള ഓപ്ഷൻസ് നമുക്ക് അവിടെ വെച്ച് തന്നെ ഇവനില്ല എന്ന് പറഞ്ഞ് നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയത്തില്ലേ? അപ്പോൾ 1 മാത്രം എന്നുള്ളത് എന്തായാലും വരത്തില്ല, അവൻ ശരിയാ. ഈ 1ഉം 2ഉം എന്നുള്ളത് എന്തായാലും വരത്തില്ല, അവൻ ശരിയാ. 1 ശരിയാ. അപ്പോൾ ഇത് രണ്ടും എന്തായാലും ആൻസറായിട്ട് വരത്തില്ല. കാര്യം 1 എന്നുള്ളത് ശരിയായ വാക്യമാണ്. ഓക്കെ ആണോ? ഇനി 0.012ൻ്റെ വർഗം ഇതാണ് എന്നാ പറയുന്നത്. ഇത് ക്വസ്റ്റ്യൻ വായിക്കുന്നവന് തന്നെ മനസ്സിലാവും ഇതല്ല, ഇത് തെറ്റാണ്. കാര്യം 0.012ൻ്റെ വർഗം എന്ന് പറയുമ്പോൾ ഇനി ചില കുഞ്ഞുങ്ങളുണ്ട് നമുക്കിടയിൽ തന്നെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. അപ്പോൾ പോയിന്റ് കഴിഞ്ഞ് ഇതിനകത്ത് 6 സ്ഥാനം ശരിയാന്നൊക്കെ എഴുതും. 0.012ൻ്റെ വർഗം എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ആദ്യം 12ൻ്റെ വർഗം ആദ്യം എടുക്കേണ്ടി, പോയിന്റ് ഇല്ലാതെ. 12ൻ്റെ വർഗം 144. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. അപ്പം നമ്മുടെ ഉത്തരത്തിൽ 6 സ്ഥാനം. ആദ്യം 12ൻ്റെ വർഗം എടുക്കണം. 0.0212ൻ്റെ വർഗം എടുക്കാൻ ആദ്യം 12ൻ്റെ വർഗം 144. ഇനി ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം. അപ്പം നമ്മൾ കൊടുക്കും 6 സ്ഥാനം. 6 സ്ഥാനമായി. 0.000144. ഇതെന്തായാലും തെറ്റാ. ഞാൻ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ നിങ്ങളെ. ഇത് വായിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും തെറ്റാണെന്നുള്ള കാര്യം എന്താ? കാര്യം ഇതിൻ്റെ അവസാനം എന്തായാലും 144 വരണം. ഓക്കെ. ഇനി 2 മാത്രമുണ്ട്, 2 3 മാത്രമുണ്ട്. അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് നിന്നെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തത്. മുമ്പോട്ട് വാ. മിക്കവാറും പരീക്ഷയ്ക്ക് 2 എണ്ണമൊക്കെ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. പിന്നെ നമ്മളിതൊന്നും ചെയ്യാൻ വേണ്ടി ഞാൻ ഈ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തേ ഉള്ളൂ. ഇനി അടുത്തത് 500ൻ്റെ വർഗത്തിൽ മുഴുവൻ 6 അക്കങ്ങളുണ്ട്. 3 നോക്കിയേ പറ്റൂ. 500ൻ്റെ വർഗം. 500ൻ്റെ വർഗം എന്ന് പറയുമ്പോൾ 5ൻ്റെ വർഗം 25. 2 പൂജ്യത്തിന് പകരം നമ്മൾ കൊടുത്തു 4 പൂജ്യം. 500ൻ്റെ വർഗം എടുക്കുമ്പോൾ 5ൻ്റെ വർഗം 25. 2 പൂജ്യത്തിന് പകരം നമ്മൾ കൊടുക്കും 4 പൂജ്യം. 2 പൂജ്യത്തിന് പകരം നമ്മൾ കൊടുക്കും 4 പൂജ്യം. ഇതാണ് 500ൻ്റെ വർഗം. ഓക്കെ ആണോ? ഇനി ആ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും ഒന്ന് വായിച്ചേ. 500ൻ്റെ വർഗത്തിൽ മുഴുവൻ 6 അക്കങ്ങളുണ്ട് എന്നാണ്.
100% ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാ. കാര്യം ഇതൊരക്കം, 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 അങ്ങനെ മൊത്തം 6 അക്കങ്ങളുണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ എഴുതിയ കുറേ കുഞ്ഞുങ്ങള്, വായിച്ച കുറേ കുഞ്ഞുങ്ങൾ ഇത് തെറ്റാണെന്ന് പറയുന്നവന്മാരുണ്ട്. അവന്മാര് 0 മാത്രമേ എണ്ണുള്ളൂ. 500ന്റെ വർഗത്തിൽ മുഴുവൻ 4 പൂജ്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. പക്ഷെ ഇവിടെ 0 അക്കങ്ങളാണ്. 500ന്റെ വർഗത്തിൽ 1 അക്കം, 2 അക്കം, 3 അക്കം, 4 അക്കം, 5 അക്കം, 6 അക്കം. അപ്പൊ എത്ര അക്കങ്ങളുണ്ട്? 6 അക്കങ്ങളുണ്ട്. 4 പൂജ്യങ്ങളും ഉണ്ട്, 6 അക്കങ്ങളും ഉണ്ട്. ഇവിടെ അക്കങ്ങളുടെ കാര്യമാണ്. ഇതൊരക്കം, 2 അക്കം, 3 അക്കം, 4 അക്കം, 5 അക്കം, 6 അക്കം, 6 അക്കങ്ങളുണ്ട്. അപ്പൊ ഇതും ശരിയാണ്. മക്കളെ, നമുക്ക് തെറ്റായ വാക്യമാ വേണ്ടിയേ. തെറ്റായ വാക്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തേത് മാത്രമാണ്. 2 മാത്രം. ഓപ്ഷൻ സി. മുമ്പോട്ട് വാ. 6 ഡിജിറ്റ്, മറ്റേ 0. അപ്പൊ ലാസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നുകൂടെ. 500ന്റെ വർഗം. 500ന്റെ വർഗം എന്ന് പറയുമ്പോൾ 5ന്റെ വർഗം 25. പിന്നെ 2 പൂജ്യത്തിന് പകരം നമ്മൾ കൊടുത്തു 4 പൂജ്യം. 4 പൂജ്യം. അപ്പൊ 500ന്റെ വർഗത്തിൽ സ്ക്വയർ എടുക്കുമ്പോൾ എത്ര ഉണ്ട്? അതിന്റെ ഇരട്ടി. 6 അക്കം. 4 പൂജ്യം ഉണ്ട്. അക്കം എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6. 6 അക്കം. ഓക്കെ ആണ്. 6 ഡിജിറ്റ്. അപ്പം നമുക്ക് തെറ്റായ വാക്യമാണ് വേണ്ടത്. തെറ്റായ വാക്യം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി, 2 മാത്രം. ഓക്കെ ആണോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച അത്രയും കാര്യങ്ങൾ നിങ്ങൾ നല്ല വൃത്തിയായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇതെൻ്റെ ഈ ബാച്ചിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇന്ന് എന്തു പഠിച്ചോ അത് നോക്കിയല്ല, ചെയ്തു പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക. ചെയ്തു പഠിച്ചിട്ട് നെക്സ്റ്റ് ക്ലാസ്. ഒന്നുകൂടെ പറയുന്നു, ചെയ്തു പഠിച്ച് ഇത്രയും നമ്മൾ എന്താണ് ഈ ക്ലാസ്സിൽ എന്ത് പഠിച്ചോ അത് മുഴുവൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് 1-2 പ്രാവശ്യം നിങ്ങൾ ഇന്നിരുന്ന്, കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ, ഇന്നിരുന്ന് ചെയ്ത് പഠിക്കുക. എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ വരിക. ഓക്കെ ആണ്. ഇങ്ങനെ ഒരു 3-4 ക്ലാസ് കഴിയുമ്പോൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ കീഴിലുള്ള മുഴുവൻ കാര്യങ്ങളും, അതിപ്പോൾ സ്റ്റേറ്റ്മെൻറ്റോ ചേരുമ്പടിയോ എങ്ങനെയൊക്കെയാണേലും ഏത് രീതിയിൽ ചോദ്യം വന്നാലും ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിൽ നമ്മളെത്തും. പോയിക്കോട്ടെ ഞാൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇന്നത്തേക്ക് സംശയമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. ചെയ്ത് പഠിക്കുക, ക്ലാസ് വരിക. ബൈ.